മൂവാറ്റുപുഴയിൽ വിളിക്കുന്ന എന്റെ പേര് ആനിന്ന്. ആ വി ഡി സതീശൻ ആ നാറിനെ ആക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടമില്ല. വേറെ ആരായാലും വേണ്ടില്ല. ആ നാറി കേറിക്കഴിഞ്ഞാൽ സാറേ ഈ പിണറായിയുടെ എല്ലാ കള്ളത്തരങ്ങളും അവൻ ഒതുക്കും. അതിനു വേണ്ടിയിട്ട് അവൻ ഇന്നലെ പന്തംകുളത്തി പ്രകടനം അവൻ എല്ലായിടത്തും ബ്ലോക്കും വെച്ചോണ്ട് നടക്കാണ്ട് അവനൊന്നും അറിഞ്ഞു. എന്നിപ്പോ അവൻ കാറെ കയറി വിളിച്ചോണ്ടങ്ങ് പോണ് പരനാറി. അവനെ ഉണ്ടല്ലോ, നീ എന്താ അവനെ പറയണ്ടേ? ഞങ്ങളുടെ ഇവിടെ ബ്ലോക്ക് വെച്ചേക്കും അവന്റെ പടം വലിച്ചു കയറി പല കളയാൻ പറഞ്ഞു ഞാൻ ആ ഉദ്യോഗസ്ഥർ പിള്ളേരോട്. ആ നാറിയുടെ പടം വെക്കനോടുണ്ട്. അവന്റെ മോന്ത കാണാൻ കൊള്ളൂല. ഞാൻ അവന് തോറ്റെന്നും പറഞ്ഞോണ്ട് വന്നപ്പോ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവെ അവൻ മന്ത്രിസഭ കാണല്ലേ. ഈ വടക്കമ്പറയിലുള്ള നാലുകളെല്ലാം പിന്നെ അവന് വോട്ട് കൊടുത്ത് ഏറ്റുവിട്ട് അവൻ മുഖ്യമന്ത്രി ആയ ഈ കള്ളം ചെയ്ത കള്ളത്തരം മുഴുവൻ അവൻ ഒതുക്കും. അവൻ ആ കാശ് മേടിച്ച് അവന്റെ ഈ കാശ് മേടിച്ചാ സാറേ ഈ ആൾക്കാരെ കാശ് കൊടുത്ത് നിർത്തി പന്തംകുളത്തി പ്രകടനവും ബ്ലോക്ക് വെക്കല് എവിടെയൊക്കെയാ വെച്ചേക്കണേ അവന്റെ പടം, അവന്റെ ഇളിച്ചോണ്ടുള്ള പടം പരന്നാറി. പറയാൻ കൊള്ള സാറേ, എന്നാലും ഞങ്ങൾ സഹിക്കാൻ പാടാത്തോണ്ട് പറയണ. വേറെ ആരായാലും വേണ്ടില്ല, ആ നാറീനെ ആക്കരുത്. ഇതാണോ കോൺഗ്രസ്സുകാരിയാണോ? ആ ഞാനോ എന്റെ കാരണവന്മാരായിട്ട് കുടിമൂത്ത കോൺഗ്രസ്സുകാരാ. അന്നേരം ഇവനെ ഇഷ്ടമില്ല, ഈ സതീശനെ ഇഷ്ടമില്ല. സതീശനെ അവൻ ഒറ്റ ഒരുത്തന് ആ കൊച്ചിനെ ഈ മാതിരി താറടിച്ച് മാറ്റി നിർത്തിയത് അല്ലേ? ആ കൊച്ചുണ്ടെങ്കിൽ ഇന്നൊരു മന്ത്രി ആവേണ്ടതാ. സാറ് തോന്നലുണ്ടോ ഇല്ലെന്ന്? പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് സതീശൻ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം? പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ അവൻ എന്നാ സാറേ പ്രതിപക്ഷ നേതാവായിട്ട് അവൻ എന്നാ പറഞ്ഞേ? ഈ കള്ളം ചെയ്ത കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുകയല്ലേ ഇല്ലേ അവൻ? എന്തേലും ഒരു കാര്യം ഇവൻ ചെയ്തിട്ടുണ്ടോ കേരളത്തിന് വേണ്ടി? അവൻ പറഞ്ഞോ? ഒരു കാര്യത്തിന് അവൻ തീരുമാനം ഉണ്ടാക്കിയോ പറഞ്ഞോ? എന്നിട്ട് അവനെ മന്ത്രിയാക്കാൻ വേണ്ടി അവൻ കാശും കൊടുത്ത് കുറെ MLA-മാരെയും കുറെ പാവങ്ങളെ അവന്റെ കുറെ എന്നാ ഞാൻ പറയണേ അങ്ങനെ ആക്കിയേക്കണ്. ഞങ്ങൾക്കടെ സാറ് വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ പ്രതികരണം ആ ഇവിടെയുള്ള ജനങ്ങൾ മുഴുവനും വി ഡി സതീശനെതിരാ. മൂവാറ്റുപുഴയുള്ളവരെല്ലാം ബ്ലോക്ക് വെച്ചാൽ അവർക്ക് എവിടെയുള്ളവർക്കൊക്കെ ഭയങ്കര ദേഷ്യ. വേറെ ഏത് പെണ്ണും ജയിച്ചാലും വേണ്ട ഈ കള്ളനെ നിർത്തരുത്. അവനെ മുഖ്യമന്ത്രിയാക്കിയ ഈ കള്ളന്മാര് ചെയ്ത കള്ളത്തരം മുഴുവനും ഇവന് ഒതുക്കും. ഇവനെല്ലാത്തിനും ഇവനെക്കാളും ഈ കള്ളം മുഖ്യമന്ത്രി ആയിരുന്ന നമ്മുടെ ഇവനുണ്ടല്ലോ അവനെക്കാളും ദുഷ്ടനായിട്ട് വരും ഈ വി ഡി സതീശൻ. ഇല്ലെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഉണ്ട് സാറേ, അവൻ മഹാ മേനകെട്ടവനാ. അവൻ ഈ പിണറായിയുടെ കാശ് മേടിച്ച് നക്കിക്കൊണ്ട് നമ്മുടെ കോൺഗ്രസ്സുകാരെ അവനെ ഒറ്റിക്കൊടുക്കുകയില്ല. അവൻ എത്ര നല്ല പേരെ ഒതുക്കി നിർത്തി, നല്ല കോൺഗ്രസ്സുകാരെ നല്ല പേരെ അവൻ ഒതുക്കിയില്ലേ? എന്നിട്ട് അവൻ ചിളിച്ചോണ്ട് അവന്റെ കാഷിണ്ടിത്തല വരുന്ന കള്ളൻ നമ്മുടെ തരൂരില്ലേ, അയാളൊക്കെ നല്ല മനുഷ്യരാ. അയാൾക്ക് വർത്താനം പറയാൻ അറിയാം. ഈ നാറിക്ക് വല്ലതും പറയാൻ അറിയാമോ സാറേ? ഈ പരനാറി കരക്കാരെ കാശ് മേടിച്ച് തിന്നച്ചും മറ്റേ പാവങ്ങളുടെ അവൻ എന്തോരം കള്ളത്തരം ചെയ്തു സാറേ. എന്തെങ്കിലും ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞവൻ അവൻ പ്രതിപക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം അവൻ പറഞ്ഞോ? അവരൊക്കെ മകക്കടെ കള്ളത്തരവും കൊണ്ട് വന്നപ്പോ മാത്യൂസ് കൊള്ളനാടനെ അവൻ ഒതുക്കി. എന്നിട്ട് ഒടുക്കം തിരിഞ്ഞോ? സത്യം വന്നോ? പുറത്ത് വന്നോ? മാത്യൂസ് അല്ല ഇവിടെ നിൽക്കണേക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കൂലെന്ന് ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ കോൺഗ്രസ്സുകാരും തീരുമാനിച്ചതാ. ആദ്യം പറഞ്ഞ മാത്യൂസിനെ അല്ല അവിടെ നിർത്തണേ, മൂവാറ്റുപുഴ വേറെ ആരാണ്ട്. മാത്യൂസിനെ നിർത്തിയില്ലേ ഞങ്ങൾ കൊടുക്കൂലേ. സാറ് ഒന്ന് നോക്കിയേ മൂവാറ്റുപുഴ കാട്ടിയിട്ടേക്കണേ എന്ത് ഭംഗിയാണെന്നറിയാമോ? LDF-ന്റെയും കോൺഗ്രസിന്റെയും എല്ലാരും ഭരിച്ചല്ലോ, MLA ആയിരുന്നല്ലോ. ഇപ്പൊ സാറ് ഒന്ന് നോക്കിക്കേ മൂവാറ്റുപുഴ ഒന്ന് കണ്ടേ വഴിയൊക്കെ. എന്നിട്ട് പറയാണ് മറ്റേ MLA-മാര് മേടിച്ചിട്ടുണ്ടാകുന്ന സാമാനായിരുന്നു, അതുകൊണ്ടാണ് കോളനാണ്ടാണ് ചെയ്തത്. എന്നിട്ട് എന്ത് ഇവരുണ്ടാക്കിയിട്ട് 15 കൊല്ലമായിട്ട് ഉണ്ടാവാതിരുന്നത്? ചരനാറി എനിക്ക് അവക്കടെ വർത്താനം കണ്ടപ്പോ എനിക്ക് എന്റെ മേല് വിറകേറുകയില്ലേ. എനിക്ക് അവക്കടെ നമ്പർ അറിയാൻ ഞാൻ വിളിച്ച് 10 തെറിയാൻ അവളോട് പറഞ്ഞേ. എടി നീ അടങ്ങിയിരിക്കും പേരക്കകത്ത്. ഈ കോൺഗ്രസിലേക്ക് ശശി അവൻ എന്തെല്ലാം തെറ്റ് ചെയ്ത് നമ്മൾ എന്തെല്ലാം കേട്ട് നമ്മൾ പത്രത്തിൽ വായിച്ച് TV കണ്ട് അവൻ എന്തെല്ലാം കൊള്ളരുതായ്മ അവൻ ചെയ്ത്. എന്നിട്ട് ഈ നാറി അവനെ എടുത്തേക്കണം. തോറ്റും പോയില്ലേ? അല്ല അവനെടുക്കാൻ കൊള്ളാമോ സാറൊന്ന് പറ. ഇങ്ങനെ ഈ പെണ്ണുപിടിയെ എടുക്കാൻ കൊള്ളാമോ? അതുപോലെ അൻവറിനെ ഇവൻ കള്ളനാന്ന് മീൻമട്ടിയെ വന്ന പണം മോട്ടിച്ചവനാന്ന് പറഞ്ഞ അൻവറിനെ ഇവൻ കെട്ടിപ്പിടിച്ച അവസാനം അൻവറിന്റെ അവസ്ഥ എന്താ ഇപ്പൊ? അനുവിന്റെ അവസ്ഥ എന്തായി? അത് തന്നെ അതുപോലെ ഇവനുണ്ടല്ലോ കാശ് കൊടുത്ത് കുറെ ആൾക്കാരെ കയ്യിലെടുത്തേക്കുക.
ഇവന് ഒരുപാട് കള്ളപ്പണം ഉണ്ടല്ലോ. പിണറായി 10 കൊല്ലമായിട്ട് ഭരിക്കാൻ തുടങ്ങിയപ്പോ തുടങ്ങിയുള്ള കള്ളപ്പണം. നേരത്തെ നമ്മുടെ കോൺഗ്രസ്സുകാർ ഭരിച്ചോണ്ടിപ്പോ എല്ലാ പുനർജനി പദ്ധതി അത് തന്നെ. അതില് കുറെ കള്ളപ്പണം ഉണ്ട്. ഇവനെ മുട്ട മൂടാൻ ഫുള്ള് കള്ളപ്പണം ഇവനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കള്ളപ്പണൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇവൻ ഇനി അവനെ മുഖ്യമന്ത്രിയാക്കാൻ അവനെ ഉണ്ടല്ലോ പട്ടി. അവൻ തോറ്റെന്ന് ആദ്യമേ ഈ TV-യിൽ കണ്ടുകൊണ്ടിപ്പോ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇവൻ മന്ത്രിസഭ കാണല്ലേ എന്ന്. അവനെ ആര് കയറ്റി വിട്ടു ദൈവമേ? അവൻ രാജിവെച്ച് പോട്ടെ സാറേ. അവൻ രാജിവെച്ച് പോയിട്ട് ആ കൊച്ചു അവിടെ MLA ആയിട്ട് പറ്റേ. പണ്ട് ലാംബി സ്കൂട്ടറിൽ നടന്ന സതീശന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അതല്ലേ ഞാൻ പറഞ്ഞേ. അവന് ഉന്തിക്കൊണ്ട് നടന്നോണ്ടാ. അവന് പെട്രോൾ അടിക്കാനും വശയില്ലാണ്ട് അവന് ഉന്തിക്കൊണ്ട് നടന്നതാ. അവൻ ഇന്നിപ്പോ അവന്റെ സ്ഥിതി എന്താ? അവൻ ഈ കള്ളപ്പണം ഉണ്ടാക്കി അവന് അല്ല നമ്മുടെ ഷാഫീനെ അവിടെ ഇട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാര് വണ്ടി തടഞ്ഞു ബഹളമൊക്കെ ഉണ്ടാക്കിയില്ലേ? അവൻ അവിടെയായിരുന്നു. അവൻ ഡൽഹിക്ക് പോയി. ഇവൻ ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ, കൈക്കൂലി മേടിക്കാൻ. നമ്മളൊക്കെ പൊട്ടന്മാരാന്ന അവരുടെ വിചാരം. ജനങ്ങൾ പൊട്ടന്മാരാന്ന ഇവന്റെ വിചാരം. ഇവൻ കാണിക്കണ എല്ലാം കണ്ട് എല്ലാരും ഇവൻ കാശ് കൊടുത്ത് കുറെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. നമ്മളെല്ലാം പൊട്ടന്മാര്. പാറന്നാറി VD സതീശനാ മുഖ്യമന്ത്രി ആവാൻ യോഗ്യന്ന്. അവൻ എന്നാ യോഗ്യതയുള്ളേ ഒന്ന് പറഞ്ഞേ പാറന്നാറി. ഞാൻ അരുണാണ് സാർ, അരുൺ ജോർജ്, അബുദാബി. സാറിന്റെ ഇന്നത്തെ വീഡിയോസ് എല്ലാം ഞാൻ കണ്ടു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ലാതെ ഈ പ്രാവശ്യം നമുക്ക് നാളെയോ ഉടനെ കണ്ട് മന്ത്രിമാരെ തെരഞ്ഞെടുക്കുമല്ലോ. അറ്റ്ലീസ്റ്റ് വിദ്യാഭ്യാസ മന്ത്രിയും ആരോഗ്യമന്ത്രി കൊള്ളാവുന്നവരാണെങ്കിൽ നമ്മുടെ നാടിന് നല്ലതാ. സാറിന്റെ ഒരു വീഡിയോ ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ മന്ത്രിമാരിലോട്ട് എല്ലാവരിലോട്ടും എത്തുന്നുണ്ട് തീർച്ചയായിട്ടും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് അതൊന്ന് ഫോർവേഡ് ആരെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ നാടിന് പ്രയോജനമാണ്. വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ഒരു വിദ്യാഭ്യാസ മന്ത്രി, ആരോഗ്യത്തെക്കുറിച്ച് ആ ഒരു പരിസരത്തിൽ ബോധമുള്ള ഒരു ആരോഗ്യമന്ത്രി വേറെ നമുക്ക് എന്തെങ്കിലും കാണിച്ചോട്ടെ. കാര്യം അത് ചാണ്ടിയുമ്മനും പിന്നെ നമ്മുടെ മാത്യു കുഴനാടനും പാർട്ടി നോക്കിയല്ല, അവരുടെ കാലിബർ നോക്കി നമുക്ക് നാടിന് പ്രയോജനപ്പെടണമല്ലോ. ആരോടും വ്യക്തിപരമായിട്ട് നമുക്ക് വിരോധമില്ല. എന്തെങ്കിലും വൃത്തികേട് കാണിച്ചാൽ നമുക്ക് അതിനെതിരാണ് ഏത് പാർട്ടിക്കാരോടും. ഓരോ ഡിപ്പാർട്ട്മെന്റും അതാത് നിലവാരമുള്ളവരെ കിട്ടിയാൽ നമ്മുടെ നാടിന് നല്ലതാണ്. അത് ഈ കോൺഗ്രസ് ഭരണം നിൽക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുമല്ലോ. ഈ പ്രാവശ്യത്തെ പോലെ താഴെ പോകാതെ, അല്ലാതെ ഈ VD സതീശന്റെ കള്ളത്തരങ്ങളൊന്നും അല്ല. അതായത് കാലിബർ വെച്ചിട്ട് അതായത് ആൾക്കാരെങ്കിലും അടുത്ത പ്രാവശ്യങ്ങളിൽ അവരെങ്കിലും തിരഞ്ഞെടുക്കും ജനങ്ങൾ. മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത് എന്റെ ഒരു ചിന്ത വെച്ചിട്ട് ഈ രണ്ടെണ്ണത്തിനെ കണക്കാ. എന്റെ ഇപ്പൊ നിലവിലിപ്പം പേര് 3 പേരുടെ ഉള്ളതിൽ വേണുസാറിന്റെ കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. രണ്ടും സാറ് പറഞ്ഞത് 2 കടൽക്കഴകന്മാരാ. രണ്ടും പ്രത്യേക ഒരു തരത്തിലോട്ട് ചായ ഉള്ളവന്മാരും കൂടാ. മറ്റേത് എന്തുവാന്ന് എനിക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി പുള്ളിയെ പറ്റി ഡൽഹിയിലായിട്ട് പുള്ളിയെ പറ്റി കൂടുതൽ എനിക്ക് ഇവന്മാർ തമ്മിലടി ആകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത്. അതെ, പക്ഷെ ഇവന്മാർ വന്നിട്ട് കാര്യമൊന്നുമല്ല. ഇപ്പം സാറാണോ ആരോ പറഞ്ഞ പോലെ വേറൊരു പിണറായി ആവും ഈ സതീശൻ വന്ന, അത്രേ ഉള്ളൂ. അയാൾ നിലപാടിട്ട് മാറ്റത്തുമില്ല. അയാളുടെ നിലപാടിനെ മാറ്റാൻ മറ്റുള്ളവർക്ക് പറ്റത്തുമില്ല. ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പിണറായി ആയിരുന്നു ഇതിലും ഭേദവും നമുക്ക് ചിന്തിക്കേണ്ടി വരും. അയാൾക്ക് പിന്നെ ആരെങ്കിലും എഴുതി കൊടുക്കുന്നതിന്റെ മണ്ടത്തരേ ഉള്ളൂ. ഇയാൾക്ക് പിന്നെ അങ്ങനല്ല, ഇയാളുടെ സ്വയം മണ്ടത്തരം കാണിക്കുന്നത്. മറ്റേയാളെ കുറെ പേര് ഫോഴ്സ് ചെയ്യുമ്പോഴാണ് പിണറായി എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുള്ളവരെ അതൊരു രോഗമാണ്. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് പോലും അറിയാൻ പറ്റത്തില്ല ഈ ഇത്തരത്തിലുള്ള ഈ പിടിവാശിയും ഈ ധാർഷ്ട്യവും ഈ ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്നുള്ള ചിന്താഗതിയൊക്കെ ആ രോഗത്തിന്റെ ഭാഗമാണ്. ആ ഒരു മാനസികാവസ്ഥയുടെ ഭാഗമാണ്. അല്ല സാർ, അത് പിന്നെ അവിടെ മാത്രമല്ല, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. ഞാൻ എന്ത് പറയുന്നു അതാണ് ശരി. അത് നമ്മുടെ നാട്ടിൽ കുറവാണ്. ഇപ്പൊ എന്നടുത്ത് എന്റെ മോള് പോലും, എനിക്ക് 6 വയസ്സുള്ള കൊച്ചുണ്ട്, എനിക്ക് പിന്നെ 14 വയസ്സുള്ള മോളുണ്ട്, എന്റെ സഹോദരങ്ങളുണ്ട്. ആരെങ്കിലും എന്നെ കുറ്റം പറഞ്ഞാൽ ഞാൻ മിണ്ടത്തില്ല, അവിടെ ഇരിക്കും. അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് തിരുത്തും. ഇപ്പൊ ഞാൻ ഇവിടുത്തെ അപ്പനാണെന്നോ അല്ലെങ്കിൽ എന്റെ മക്കളാണ് പറയുന്നത് ഞാനത് ചിന്തിക്കത്തില്ല. ഞാൻ ഓരോ ദിവസവും ഞാനെല്ലാം റിഫ്രഷ് ചെയ്യുന്ന പോലെ ഇരിക്കുകയാണ്. നമ്മുടെ ആരുടെ ഇല്ല തെറ്റ് പറ്റാത്തത്. പക്ഷെ ഇവന്മാരെന്ന് പറഞ്ഞ പാർട്ടിക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി എല്ലാ മനുഷ്യരും ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്റെ കയ്യിൽ ഒരുപാട് തെറ്റുകൾ കാണും. ഞാൻ ഉദ്ദേശിക്കുന്നത് നടന്നില്ലെങ്കിൽ കനത്ത ഇതിലേക്ക് പോകും, പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും. ഇവന്മാർക്ക് ആരാ യഥാർത്ഥത്തിൽ ഇവര് പാർട്ടിയോടാണ് സ്നേഹം, അധികാരത്തോടാണ് സ്നേഹം, കസേരയോടാണ് സ്നേഹം? അല്ല ആ കണക്കിന് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം കാണിച്ചതിന്റെ അവന്റെ കാലിൽ കഴുകി വെള്ളം കുടിക്കണ നാറികള്. രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. മനുഷ്യനാണ്, എല്ലാവരുടെയും തെറ്റും കുറ്റങ്ങളും കാണും. പക്ഷെ ആ കണക്കിന് അയാൾ കാണിച്ച മാതൃക, പക്ഷെ അയാളൊന്ന് കൂടിപ്പോയി മാതൃക, അത്രേ ഉള്ളൂ. അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അതും നമ്മൾ സപ്പോർട്ട്. ഇത്രയും ഹരിശ്ചന്ദ്രന്മാരൊന്നും നമ്മൾ സ്വപ്നം കാണുന്നില്ല.
ഇതിന്റെ ഇടയിൽ എന്തിനാ ഇയാൾ ഇങ്ങനെ കാണിക്കാൻ പോകുന്നത്? വേറെ കാര്യം, രാഹുൽ മാങ്കൂട്ട് ഒരു എന്താ ഒരു പാർട്ടിയും കുന്തമൊന്നും ഇല്ലാതെ ജസ്റ്റ് അവിടെ പോയി നിന്നായിരുന്നെങ്കിൽ പിണറായി തോപ്പിച്ചെങ്കിലും എടുക്കായിരുന്നു. വേറൊന്നും വേണ്ടായിരുന്നു, ആർക്കും ധൈര്യം വേണ്ട, ഈ മനുഷ്യൻ പോയി നിന്നാൽ മതിയായിരുന്നു. എനിക്ക് ആ രാഹുൽ മാങ്കൂട്ടത്തിനൊന്നും വിളിക്കാൻ പറ്റാഞ്ഞോണ്ട് എനിക്കൊരു ഓപ്ഷൻ ഇല്ല. അതെങ്കിൽ സംസാരിക്കുമെന്ന് അറിയത്തില്ല, എനിക്കറിയത്തില്ല. എന്നാലും നമ്മൾ ആരെങ്കിലും പറഞ്ഞ് ചിലപ്പോൾ ഒന്ന് സ്പാർക്ക് ആയെങ്കിലോ. ഇതിനെക്കാട്ടി എത്രയോ ഉപദേശങ്ങൾ അവർക്ക് കിട്ടുന്നത്, അവരെത്രയോ ഇതായിട്ട് കളിക്കുന്നവരാ, നമുക്കൊന്നും അതിനകത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ കണക്കിന് മറ്റേ വേണുഗോപാലാണ് തമ്മി ഭേദം. കാര്യം പുള്ളിക്കാരനാണ് നമ്മുടെ സൗത്തിലെ കാര്യങ്ങളെല്ലാം, കോൺഗ്രസിന്റെ കാര്യങ്ങളിൽ നല്ലൊരു ഇൻവോൾവ്മെന്റ് ഉള്ളൊരു മനുഷ്യനാണ്. കേരളത്തിൽ വലിയ വിലയില്ലേലും, ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിലെ കാര്യമെന്ന് പറഞ്ഞാലും കർണാടകത്തിലെ കാര്യം എന്ന് പറഞ്ഞാലും പുള്ളിക്കാരന്റെ ആ ഒരു കൈകളിലൂടെയാണ് ഒരുപാട് കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലായി. ഞാൻ ഈ വാർത്തയുടെ ഒരുപാട് പൊളിറ്റിക്സ് ഇല്ല, ജസ്റ്റ് വാർത്ത കാണുന്നതേ ഉള്ളൂ. എന്നാലും അത് തന്നെയാണ് 100% നല്ലതെന്നാണ് ചിന്തിക്കുന്നത്. മറ്റു രണ്ടോമാരും പിടിച്ചാൽ വലിഞ്ഞു പോകുന്നവന്മാരാ. പ്രത്യേകിച്ച് ഇയാളെങ്കിൽ പൈസയ്ക്ക് വേണ്ടി കമരുകയും ചെയ്യും. ഇപ്പൊ തന്നെ കണ്ടില്ലേ സാറേ, അവിടെ ഒരു ഇത് നടത്തിയപ്പം മുരളീധരനോ ആരണ്ടരെ ഫ്ലെക്സിനകത്ത് ബോംബ് വെച്ച് പൊട്ടിക്കുന്നുണ്ടില്ലേ? തെളിവല്ലേ, മറ്റു രീതിയിലൊന്നും പറയുന്നതല്ല. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ കൂടുതലൊന്നും ആലോചിക്കണ്ട. എന്തോ പറ്റുമോന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞ ഒരു വിഷമത്തിലിരിക്കുക. പിണറായി പോയതിന്റെ സന്തോഷം ഉണ്ടെങ്കിലും ഇതിലും ഭേദം പിണറായി ആണെന്ന് ചിന്തിക്കുന്നത് ഈ രണ്ടാമന്മാരെ കണ്ടിട്ട്. വെറും ഇതായി പോവാണ് കാര്യം. അല്ല, ആരാണ് ഇതിനെ കളിയാക്കാത്തത്, തമ്മിലടിക്കുന്നത്? ഇപ്പൊ കഴിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നീ എന്ന് പറയുന്നതിനകത്തല്ലേ എൻ്റെ ഒരു പാർട്ടിയുടെ സ്നേഹം കാണിക്കുന്നത്, അല്ല നാടിനോടുള്ള സ്നേഹം. ഇവന്മാർക്ക് ഏതെങ്കിലും ഒരുത്തനുണ്ടോ നാടിനോടുള്ള സ്നേഹം? ഇവന്മാർ പോലും അറിഞ്ഞില്ല ഇവന്മാരെങ്ങനെ ജയിച്ചെന്നുള്ളൂ. അതിനകത്ത് പിന്നെ ഇവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവന്മാർ ഈ അടി ഉണ്ടാക്കുന്നതിനകത്ത് കുറ്റം പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ളവന്മാരെ ആ നാട്ടുകാർ താഴെ കളയേണ്ടതാ. ഈ 2-3 എണ്ണത്തിനെ ഈ നാട്ടുകാർ എന്തിനാ ജയിപ്പിച്ചു വിട്ടത്? അല്ല, ഈ തരംഗത്തിൽ ഇവനെല്ലാം ഞാൻ ഈ ഊത്തകളെല്ലാം കൂടെ കേറി പോവാന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരെല്ലാം കൂടെ എല്ലാ കുറ്റിച്ചൂലും കേറി അടിഞ്ഞു. ഇവന്മാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഇത്രയും ഭൂരിപക്ഷമൊക്കെ എങ്ങനെ വന്നു എന്ന്. അതെ, ഇതാണ് പറഞ്ഞില്ല, മറ്റേ പ്രവാചകനായിട്ട് പറഞ്ഞിട്ടാണ് ഇവൻ 100 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുള്ള ബോധമേ ഉള്ളൂ. എന്നാൽ അവൻ പബ്ലിക്കിന്റെ അനാലിസിസ് ചെയ്തിട്ട് അവൻ പറയുകയാണെങ്കിൽ നമുക്കൊരു അന്തസ്സുണ്ടെന്ന് പറയാം. അവന്റെ ആ ഒരു വിലയും കൂടെ പോയി കിട്ടി. ഒരു കള്ള പാസ്റ്റർ അവൻ പറഞ്ഞു കൊടുത്താണ് ഇത് സംഭവിക്കുന്നു പറഞ്ഞാൽ, എന്നിട്ട് ഇത് ആയി കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഇവന് ആ കള്ള പാസ്റ്ററെ വിളിക്കുന്ന വോയിസ് കേട്ടില്ലേ? ഞാൻ റിസൾട്ട് വന്നപ്പോൾ നിങ്ങളെ വിളിക്കാണ്, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ധൈര്യത്തിലാണ് ഞാൻ ഇത് പറഞ്ഞത്. ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കണ്ടു. അപ്പം ഇവൻ അവന്റെ ബോധ്യത്തിൽ നിന്ന് പറയുവാണ്. അവനല്ല ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയിട്ട് പറയുവാണ്. അവൻ 100 പറയണ്ട, അവൻ 80 പറഞ്ഞാൽ മതി. അതിന്റെ ഒരു അന്തസ്സുണ്ടായിരുന്നു. ഈ പാസ്റ്ററിന്റെ പ്രവചനവും കേട്ടിട്ട് ഇവൻ പറയുന്നതാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവന്റെ ആ ഒരു ഇതൊന്ന് ആലോചിച്ച് നോക്ക്. അവൻ എവിടെ നിന്ന് എന്തോ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് വെച്ച് ഉപയോഗിക്കുകയും ചെയ്യുന്ന അവന്മാർക്കിട്ട് പണിയുകയും ചെയ്യും. ഇവൻ അത്രേ ഉള്ളൂ ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഇവന്മാർക്ക് വേണ്ടി നിൽക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും വേണ്ടി ഈ പറഞ്ഞ പോലെ സോഷ്യൽ പാർട്ടികളുടെ മനസ്സിലാത്ത പറഞ്ഞാൽ അവർക്ക് അവരോട് മാത്രമേ സ്നേഹം കാണത്തുള്ളൂ. തീർച്ചയായിട്ടും അവരുടെ നിഴലിനെ പോലും ഇവന്മാര് ഭയപ്പെടും. സാറേ, ഭയമല്ല, ഇവന്മാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലും അവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ ആ രീതിയിലുള്ള ആൾക്കാരുണ്ട്. അതാണ് ഇതിന്റെ പ്രശ്നം. അല്ലെങ്കിൽ എടാ നീ ചെയ്യുന്നത് തെറ്റാണെന്ന് അവന്റെ കൂടെ നിൽക്കുന്ന ഒരുത്തം പറഞ്ഞ കാര്യം, ഇതിന് ചേരുന്നവന്മാരാണല്ലോ ഇവന്റെ കൂട്ടുകാർ. ഇവന്റെ കൂട്ടത്തിൽ ഇവൻ കൂടുന്നവരാണ്, ഇവന് പറ്റുന്നവരാണ്. കാര്യം ഇവന്റെ കൂട്ടുള്ളവന്മാരല്ലേ ഇവന്റെ കൂട്ടുകാരാവത്തുള്ളൂ. ഒരു വാക്കൊരുത്തം പറഞ്ഞ് തിരുത്താൻ ഇവന്റെ കൂട്ടിൽ, അത് എല്ലാ പാർട്ടിയിലും തന്നെ കേട്ടോ. ഇന്ന് വൃത്തികേട് കാണിക്കുന്നവരുടെ കൂട്ടത്തിലെല്ലാം അതേ കാറ്റഗറിക്കാരെ കന്ന് ചെല്ലുന്ന കന്നും കൂട്ടത്തിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. പുറത്തുനിന്ന് എന്ത് പറഞ്ഞാലും അവരെടുക്കത്തില്ല. ഈ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാന്ന് പറഞ്ഞിരുന്നാൽ ഈ കേരളത്തോട് ചെയ്യുന്ന ഒരു ഭയങ്കര കൊലച്ചതിയായിരിക്കും അത്. ഈ പിണറായിയുടെ കൂടെ നിന്നും കൊണ്ട് അവന്റെ കമ്മീഷന്റെ പകുതി അവന്റെ അക്കൗണ്ടിലാണ് വന്നിട്ടുള്ളത്. അവന്റെ മോള് കൈമണൽ വിറ്റ് കാശുണ്ടാക്കി കർത്തയ്ക്ക് കൊടുത്ത് കാശുണ്ടാക്കിയതിന്റെ കോടികൾ പകുതി അവന്റെ അക്കൗണ്ടിലാണ് വന്നിട്ടുള്ളത്. ഓരോ ദിവസത്തെയും വാർത്തകളൊക്കെ ഞാൻ പത്രത്തിലൂടെയും വാർത്തകളിലൂടെ ഒക്കെ ഞാൻ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നല്ല കഴിവും നല്ല തന്റേടവും കോൺഗ്രസിനകത്തും ഒരു മുഖ്യമന്ത്രിയായിട്ട് തന്നെ വരാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അവനെ ഇത്രത്തോളം ചവിട്ടി താഴ്ത്തി അവനൊരു സീറ്റ് പോലും കൊടുക്കാതെ മത്സരിക്കാൻ പോലും സമ്മതിക്കാതെ ഇത്രയും ക്രൂരമായ പ്രവൃത്തി ചെയ്ത ഈ മഹാപാവിയെ ഇവനെ ഈ മുഖ്യമന്ത്രി കസേര ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തോട് ചെയ്യുന്ന ഒരു കൊലച്ചതി തന്നെയാണ്. ഈ പിന്നെ ഇവരുടെ ഹൈക്കമാൻഡിനൊന്നും ഒരു ഇതുമില്ലേ ആലോചിക്കാൻ? അവരിതൊന്നും ഈ വാർത്തകളൊന്നും കാണുന്നില്ലേ? എത്രയോ പരിചയസമ്പന്നരായ ആളുകളുണ്ട്. ആ സുധാകരനായിരുന്നു ഏറ്റവും മിടുക്കൻ. അദ്ദേഹത്തിനെ ഇരുത്താൻ പറ്റില്ലെന്ന് വെച്ചിരുന്നാൽ ആ രമേശ് ചെന്നിത്തലയ്ക്ക് നല്ല ഇത് മന്ത്രി ആയിട്ടിരുന്ന് കുറച്ച് പാരമ്പര്യമെങ്കിലും ഉണ്ട്. യവൻ എന്തോ ഉണ്ട്, യവന് കട്ടുമുടിച്ചുള്ള പാരമ്പര്യമല്ല, യവൻ എന്തെങ്കിലും ഉണ്ട്. ഈ പറന്നാറിയെ യവനെ പിടിച്ച് മുഖ്യമന്ത്രി കസേര ഇരുത്തിയിരുന്ന അതൊരു ഭയങ്കര ചതിവാണ്. ലാംബി സ്കൂട്ടറെ തെണ്ടിത്തിരിഞ്ഞ് നടന്നവൻ ഇന്ന് കോടീശ്വരനായി എന്നുള്ള അല്ലാതെ 25 കൊല്ലം കൊണ്ട് ഇവൻ എന്തെങ്കിലും ഒരു നേട്ടം ജനങ്ങൾക്ക് ഉണ്ടാക്കിയോ?
ഇല്ല, ഇവൻ ഈ കമ്മീഷൻ ഈ അഴിമതിയിലൂടെ ഉണ്ടാക്കിയ ഈ അഴിമതിക്കാർക്ക് കൂട്ടുനിന്ന് അദ്ദേഹത്തിലൂടെ ഉണ്ടാക്കിയ കാശും കൊണ്ടാണ് ഇവൻ ഇപ്പൊ ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് കടികൂടുന്നത്. കഴിവുള്ള ഒരാളിനെ പിടിച്ചിരുത്താൻ ഈ ഹൈക്കമാൻഡിന് പറ്റുന്നില്ല. ഈ രാഹുലൊക്കെ ഇവിടെ വന്ന് പോയി ഒക്കെ ചെയ്തിട്ട് ഇതൊന്നും ഇല്ലെങ്കിൽ ഇവരെ പ്രിയങ്കയെ കൊണ്ടിരുത്തിട്ട് അത് കേക്ക ഇവ മുഖ്യമന്ത്രി ആരാന്ന് അറിയുന്നവരെ ഒരു നെഞ്ചിടിപ്പ് തന്നെ. യവന് എന്തായിരുന്നു അതിൽ ഇരുത്താതിരുന്ന ഒരു നല്ല ഒരു ഇതായിരുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.